സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ അടുത്തൊരു മിന്ത്ര ഹോളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തവണ നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള 5 കുർത്താസ് ഉണ്ട്. ഒക്കെ ഞാൻ കഴുകിയതാണ്. കഴുകിയതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അങ്ങനെ ചായം ഇളകി അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്തവണ 2 സൈസിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് മറ്റേ ആ കുർത്ത ഇടുമ്പോൾ ഈ സൈഡിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി 2 സൈസിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് വാച്ചും പിന്നെ നമ്മൾ 2-3 സാരിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ഈ ഫസ്റ്റ് വൺ ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ ഉള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 500 റുപ്പീസ് അറൗണ്ട് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് ഉള്ളത്. ഏറ്റവും കുറച്ച് കേട്ടോ 500 to 700 രൂപയുടെ ഇടയ്ക്കാണ് റേറ്റ് ഉള്ളത്. ഞാൻ മേടിച്ചപ്പോൾ 500 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്മോൾ സൈസിലാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റിംഗ് എനിക്ക് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ചെറിയ ലൂസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കഴുത്ത് കുറച്ച് ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഷോൾഡറിൻ്റെ ഭാഗം അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 തരത്തിലും കാണിക്കാം. ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് അടിക്കണേക്കാട്ടിലും മുന്നും അതിന് ശേഷമുള്ള വ്യത്യാസം ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അതല്ലെങ്കിൽ നെക്ക് കുറച്ച് ഇറങ്ങി കിടക്കും. അതെനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഈ ആം ഹോളിൻ്റെ ഭാഗവും കുറച്ച് ഇറങ്ങിയാണ് കിടക്കുന്നത് സ്മോൾ സൈസ് ആകുമ്പോൾ. അത് നമ്മൾ ഷോൾഡറിൽ ഒന്ന് പിടിക്കുമ്പോൾ അതും കറക്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ചെറിയ ക്രോഷ്യ ഡീറ്റെയിലിംഗ് ഉണ്ട്. കഴുകിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി ഇടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ സ്റ്റൈൽ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ജീൻസിനൊപ്പം ഇടാം, പാൻസിനൊപ്പം ഇടാം. എസ്പെഷ്യലി വൈറ്റ് സിഗരറ്റ് പാൻസിനൊപ്പം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതേ അടുത്തത് ഞാനിത് കഴുകി മറച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അതിലും സിമ്പിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. അറൗണ്ട് ഒരു 500 റുപ്പീസിൻ്റെ ആണ്. ഇതിന് നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരു ക്രോഷ്യ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നരച്ച ലുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ അമ്മയുടെ പക്ഷേ അമ്മ കാണുമ്പോൾ തന്നെ പറയും നല്ല നരച്ച ഇത് കളറാണല്ലോ എന്നുള്ളത്. പക്ഷെ എനിക്കിത് നല്ലൊരു കണ്ണിനൊരു കുളിർമ തരുന്നൊരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇടാൻ നല്ല സുഖമാണ്. ഇതും ഞാൻ ഷോൾഡർ കയറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നെക്ക് കുറച്ച് ഇഷ്ടമായോ, ഈ മുക്കുട്ടിക്ക് ഇഷ്ടമായി എന്നാണ് പറയണത്. ഷോൾഡർ കയറ്റി അടിക്കുമ്പോൾ എനിക്ക് ഈ ആം ഹോളും അതേപോലെ നെക്കും ഒക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് ഞാൻ അടിച്ചില്ല കേട്ടോ. ഈവൻ ദോ ഇത്തിരി ലൂസാണെങ്കിലും നമുക്ക് കുർത്ത കുറച്ച് ലൂസായിട്ട് കിടക്കുമ്പോൾ സുഖമാണല്ലോ. ഇതും നല്ല ഓപ്ഷനാണ്. കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റുമെങ്കിൽ, പല കോളേജിലും അലൗഡ് അല്ല. അതല്ലെങ്കിൽ ജസ്റ്റ് കാഷ്വലി പുറത്തേക്ക് പോകുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. നല്ല വൈറ്റ് പാൻസിനൊപ്പം പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, മഞ്ഞ കാര്യം നമുക്ക് മഞ്ഞ കാണുമ്പോൾ രസമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി മഞ്ഞ ഇടുമ്പോൾ ശരിക്കും എൻ്റെ സ്കിൻ ടോണിന് ഡാർക്ക് ആവുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞ ഇട്ട് കാണിച്ചു, അതേപോലെ നീല ഇട്ട് കാണിച്ചു. നീല എനിക്ക് പിന്നെയും കുറച്ചുകൂടി സ്കിൻ ടോൺ ബ്രൈറ്റൻ ആക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഈ കളർ തിയറിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഇതിൽ. ഇത് കാണുമ്പോൾ രസമുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒത്തിരി ഒരു ഡള്ളാക്കുന്ന പോലെ തോന്നിയെങ്കിലും. ആണോ? താങ്ക് യു മക്കുട്ടി. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിളാണ്, ഇട്ട് പോകാനൊക്കെ അടിപൊളിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനത്തെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഇങ്ങനത്തെ ഒരു പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് മീറ്റർ കണക്കിന് തുണി മേടിക്കാൻ കിട്ടും. ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ 1 മീറ്ററിന് 60 രൂപ 70 രൂപ അങ്ങനെയൊക്കെ കിട്ടും. ഇനി പോട്ടെ 100 രൂപയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സൈസ് സ്മോൾ ആണെങ്കിൽ 1.5 മീറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ലീവ്ലെസ് കുർത്ത അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് തുന്നാൻ അറിയെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അതായത് 1 മീറ്ററിന് 100 രൂപ 150 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ടോപ്സ് ഈസിലി ചെയ്തെടുക്കാം. 10 രൂപയുടെ ക്രോഷ്യ ലേസ് മേടിച്ചു കഴിഞ്ഞാൽ അതും നെക്കിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 500 രൂപ കൊടുത്ത് മേടിക്കണേക്കാളും ലാഭമാണെന്ന് ഞാൻ പറയാം. അതെല്ലാം തുന്നാൻ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ എത്ര രൂപയാണ് ഇങ്ങനത്തെ കുർത്ത ലൈനിങ് ഒന്നും ഇല്ലാണ്ട് തുന്നാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അതിനെല്ലാവർക്കും അങ്ങനെ ഒരു സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ നല്ല ഓപ്ഷൻ. ഇത് നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സ്മോൾ സൈസാണ് ആക്ച്വലി എനിക്ക് ഇത്തവണ വർക്കായത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ഇത് സിമ്പിൾ കുർത്തിയാണ്. ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ എങ്ങനെ പോയാലും നമുക്ക് മീറ്ററിന് 100 രൂപ അങ്ങനെയൊക്കെ കിട്ടും. അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ബോട്ട് നെക്കാണ്. പക്ഷെ എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് എൻ്റെ നെക്കാണെങ്കിലും അതേപോലെ ഈ ഭാഗമൊക്കെ കറക്റ്റ് ആണെങ്കിലും ഹിപ്സിൻ്റെ അവിടെ ഭയങ്കര ടൈറ്റാണ്. നമ്മളിങ്ങനെ കുഴലിലൊക്കെ ഇടുമ്പോൾ ഒരു ഷേപ്പില്ല, അതേപോലെയാണ്. നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇത്ര വില കൊടുത്ത് മേടിക്കും. നമ്മളൊരു 500 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു മോശം അവസ്ഥയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്.
പ്രശ്നം കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മിന്ത്രയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അല്ല എവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും ഇങ്ങനത്തെ കുർത്ത മേടിക്കുകയാണെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ മേടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സൈഡ് അടിക്കുക അല്ലെങ്കിൽ ഷോൾഡർ അടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ ഈ ഭാഗം ടൈറ്റ് ആണെങ്കിൽ അത് കാണാനും അഭംഗിയാണ്, ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എനിക്കിത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇതേ ഞാൻ ഇങ്ങനത്തെ പ്രിന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്ന് 70 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ കൈൻഡ് ഓഫ് പ്രിന്റാണ്. ഞാൻ അത് വെച്ച് ഇതേപോലത്തെ ഒരു കുർത്ത തുന്നി കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കുർത്ത ഞാൻ 1 മീറ്റർ വെച്ചിട്ട് അടിക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് 1 മീറ്റർ വെച്ചിട്ട് സെറ്റ് ആവുമെന്ന് അറിയില്ല. 1.25 ആണെങ്കിൽ ശരിയാവും കേട്ടോ. അത് മുന്നൊക്കെ എനിക്ക് 1 മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കുർത്ത വെച്ച് അടിക്കാൻ പറ്റാറുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്ലിറ്റില്ലേ കുറച്ച് കയറ്റി അടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല പ്രിന്റിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വിലയും കുറവാണ്, പക്ഷേ എക്സ്ട്രാ സ്മോൾ ആയതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് അടുത്ത സൈസ് മേടിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്ക് അടുത്ത സൈസ് മേടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, എടാ നമ്മുടെ ഹോളി ലാൻഡ് മൈക്ക് ഫൈനലി അത് നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ. ഞാൻ അന്ന് ചെന്നൈയിൽ പോയ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എനിക്കിത് മേടിക്കണം എന്നുള്ളത്. കാരണം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇപ്പം ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. അതേ ഇമ്മക്കുട്ടി എൻ്റെ അടുത്തിരുന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. കറപറാന്ന് കുറേ ശബ്ദമുണ്ട്, AC ഉണ്ട്. എന്നിട്ടും നല്ല അടിപൊളിയാണ്. ഫോണിൽ എനിക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതുപോലെ 2 മൈക്ക് ഉണ്ട് കേട്ടോ നമുക്ക്. അത് മാത്രമല്ല ഒരു ഓപ്ഷനും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇതിൻ്റെ തലയുമാലൊക്കെ എവിടെ ഭഗവാനെ അതെ ഇത് ഇപ്പം എൻ്റെ ഫോണിൽ C ടൈപ്പാണ്, അതിൽ വെക്കാനുള്ളതുണ്ട്. അതേപോലെ തന്നെ ഈ ടൈപ്പിന് എന്താ പറയുക, മറ്റേ നമ്മുടെ പണ്ടത്തെ ഐഫോണില്ലേ അതിൽ വെക്കാവുന്ന ടൈപ്പ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഇതേ പിന്നെ ഇങ്ങനത്തെ ബോക്സിലാണ് 2 മൈക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ, നമുക്ക് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഞാൻ വന്നപ്പോൾ ചാർജ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തു, ഇപ്പോഴും ചാർജ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതാ വലിയ മൈക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് മാല വരെ ഉണ്ട് കേട്ടോ. മാലയിൽ തൂക്കിയിടാൻ നമുക്ക് അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അത് അവിടെയാണ് ബേബി ഇരിക്കണം. അപ്പോൾ ആ മാലയിൽ മൈക്ക് തൂക്കിയിടാം. അങ്ങനെ അടിപൊളിയാണ്. സൂപ്പർ അല്ലേ മൂ? അമ്മ വേണമെങ്കിൽ ഒരു മൈക്ക് വാവിക്ക് തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി സംസാരിക്കാമല്ലോ. ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി നമുക്ക് കൂടുതൽ വ്ളോഗ്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ വോയിസ് ഓവറാണ് ചെയ്യാറുള്ളത്, ശബ്ദത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം. ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഇതൊന്നും പറയാറില്ല, എനിക്ക് അത്രയൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ക്യാമറ പോലെയല്ലല്ലോ, കുറേ പേരുടെ കയ്യിൽ ഫോണുണ്ട്, കുറേ പേര് മെമ്മറീസിന് വേണ്ടി വ്ളോഗ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത്യാവശ്യം ഹലോ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, എന്താ അത്? 2 ആൾക്കാർക്ക് അതെ 2 ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതേ നമുക്കിനി സാരി നോക്കാം കേട്ടോ. ഫസ്റ്റ് സാരി വന്നിട്ട് ഈ ഒരു സാരിയാണ്. ഇത് കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിന്ത്രയിൽ ഇത് നല്ല കോട്ടൺ സാരി, നമ്മുടെ മുൾമുൾ സാരി ഒക്കെ ഇല്ലേ, ഇൻഡിഗോ സാരി, അതുപോലത്തെ മെറ്റീരിയൽ ആവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഈ പോളിയസ്റ്റർ മിക്സ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന തന്നെയാണ്. ഭയങ്കര കട്ടിയൊന്നും ഇല്ല, രസമുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ കോട്ടൺ, കുറച്ചുകൂടി കട്ടിയുള്ള, കുറച്ചുകൂടി ഇങ്ങനെ ചുളുക്കുണ്ടാവില്ല, അങ്ങനത്തെ സാരികളാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അമ്മ പറയാറുണ്ട് കോട്ടൺ സാരിയൊക്കെ ആകുമ്പോൾ അത് സ്റ്റാർച്ച് ചെയ്യണം, തേക്കണം, എന്നാലേ അത് ഉടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിക്കാണ് അമ്മയ്ക്ക് തോന്നാറുള്ളത്. അപ്പം അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ സാരി ഇഷ്ടം. ഇതാകുമ്പോൾ പിന്നെ കഴുകി ഉണക്കി അങ്ങനെ ഉടുക്കാലോ, എന്നുവെച്ചാൽ അങ്ങനെ ചുളുങ്ങുക അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ടൈപ്പ് സാരി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണു എന്നുള്ള രീതിക്ക് ഇരിക്കും. എന്ന് വെച്ചാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തത് ഒരു വൈറ്റ് ബ്ലൗസിൻ്റെ ഒപ്പമാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബ്ലൂ കളറിൽ ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മൾ അത് വെച്ച് തുന്നി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഇതൊരു 600-700 ആ ഒരു റേറ്റിലുള്ള സാരിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഭയങ്കര ലാഭമൊന്നും പറയാനില്ല കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒഴുകി കിടക്കുന്ന സാരിയാണ്. അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഏജിലുള്ളവർക്കും പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ്. പ്രിൻ്റൊക്കെ രസമുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ എടുക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഒപ്പം വൈറ്റ് നന്നായിട്ട് ചേരും. വേണമെങ്കിൽ ബ്ലാക്ക് ആവാം, ബ്ലൂ ആവാം. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വൈറ്റ് തന്നെയാണ് കേട്ടോ. മയത്തിലിതായോ ഇവക്കുട്ടി. അടുത്ത സാരി, ഇതിൻ്റെ കളർ കണ്ട് ഞാൻ മേടിച്ചൊരു സാരിയാണ്. ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഇതിൻ്റെ സെറി നോക്കുകയാണെങ്കിൽ
സ്റ്റൈലിഷ് ആയിട്ട് പറഞ്ഞു കുട്ടി ഒരു സെറിയാണോന്ന്. നല്ലൊരു സിൽവർ കണ്ട നീന്റെ ഫ്ലോ കളഞ്ഞു. ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, അതിന്റെ സെറി സിൽവർ ആണ് കേട്ടോ, സിൽവർ. ഞാനുണ്ടല്ലോ പിക്ചറിൽ കണ്ടപ്പോൾ ജോർജറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചു. മറ്റേ ആ ഒരു ബനാറസി ജോർജറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ഒഴുക്കം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതൊരു മിക്സ് വരില്ലേ, കോട്ടനും അതുപോലെ തന്നെ മറ്റൊരു സോഫ്റ്റ് മെറ്റീരിയലും കൂടി മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴുകി കിടക്കില്ല, എന്നാൽ അത്യാവശ്യം നമുക്കൊരു ഒതുക്കം കിട്ടും താനും. അപ്പം അങ്ങനത്തെയാണ്. ഇതിൻ്റെ കളറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സിൽവറും കൂടി വരുമ്പോൾ നല്ല രസം കേട്ടോ. ഇതും നമുക്ക് വേണമെങ്കിൽ വെള്ള ബ്ലൗസിനൊപ്പം പെയർ ചെയ്യാം, അതല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസ് പീസ് ഇതിനൊപ്പം അവൈലബിൾ ആണ്. ബോർഡർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തുന്നണമെങ്കിൽ അങ്ങനെയും തുന്നാവുന്നതാണ്. ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 1000 രൂപേനെക്കാട്ടിലും താഴെയാണ്. ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉടുക്കാനായിട്ട് ഇത് പെർഫെക്റ്റ് ആണ്. കല്യാണം ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ നല്ലതാണ്. ഓഫീസിലുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ നല്ലതാണ്. കാരണം നല്ല ഒതുക്കുണ്ട്, ഒട്ടും തന്നെ കുത്തില്ല. നല്ലോണം പ്ലീറ്റ് ചെയ്ത് ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം, 1 ലെയർ ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം. എനിക്ക് ഇഷ്ടമായിട്ടോ, അതിൻ്റെ കളർ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിൽവർ ഓർണമെന്റ്സിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സാരി നോക്കാം. എന്റെ വാച്ച് എന്നുള്ള ശബ്ദമാണ്, അത് ഓഫ് ആവൂല. അതിങ്ങനെ അതെനിക്ക് അറിയില്ല കേട്ടോ, ഇതിൽ കേൾക്കുന്നുണ്ടാവോ ഇല്ല. കഴിഞ്ഞു. അപ്പൊ അടുത്ത സാരി കേട്ടോ, അടുത്ത സാരി നോക്കുകയാണെങ്കിൽ ഇത് നല്ല ഒഴുക്കണ ഷിഫോൺ മെറ്റീരിയൽ ഇല്ലേ, ആ മെറ്റീരിയലുള്ള നല്ല ഒഴുക്കുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു. ബോർഡർ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ബോർഡർ ആണ്. എനിക്ക് അതിൽ ആകെ ഇഷ്ടപ്പെടാത്തൊരു സാധനം ഇതിൽ കണ്ടോ, ഫോയിൽ പ്രിന്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ആണ് കേട്ടോ. നമുക്കിങ്ങനെ ദൂരേന്ന് കാണുമ്പോൾ ചെറിയ എംബ്രോയിഡറി അല്ല, മറ്റേ ഗോൾഡൻ എഗെയിൻ സെറി പോലെയൊക്കെ തോന്നും. പക്ഷെ അതല്ല, ഇങ്ങനെ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ്. കുറേ കഴുകി കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. പക്ഷെ സാരി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഇങ്ങനെ കുറേ ഒന്നും കഴുകില്ലല്ലോ. നല്ല സാരി കേട്ടോ, നല്ല ഒഴുക്കുണ്ട്, നല്ല ഇങ്ങനെ ഇങ്ങനെ മേലിങ്ങനെ മേലിങ്ങനെ നല്ലോണം ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. താഴെ ഇങ്ങനെ ടാസിൽസ് ഉണ്ട്. ടാസിൽസ് ഒന്നും അത്ര ഭംഗിയില്ല കേട്ടോ, നല്ല ഒഴുക്കുള്ള സാരിയാണ്. അങ്ങനത്തെ സാരി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇങ്ങനെ സോഫ്റ്റ് ബ്രൊക്കേഡ് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഇത് നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് ബ്ലൗസ് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാരിയും ബ്ലൗസും കൂടി നല്ല രസമുണ്ടാവും. പക്ഷെ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഗോൾഡൻ ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്തു. ഗോൾഡൻ ബ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ വൈറ്റ്, ഗോൾഡൻ, ബ്ലാക്ക് ഇതൊക്കെ മസ്റ്റ് ഹാവ് ബ്ലൗസസ് ആണ്. ഇതൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ബ്ലൗസ് തുന്നേണ്ട ആവശ്യമില്ല ഓരോ സാരിക്കൊപ്പമായിട്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഇതെനിക്കൊരു അബദ്ധം പറ്റിയൊരു സാരിയാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത്. ഈ സാരിയിൽ തൊട്ടിട്ട് ഉമ്മയുടെ മുടിയിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു, ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീല്. അപ്പൊ ഇതുണ്ടല്ലോ, ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത് നയൻതാര ഇൻസ്പയർ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഫെയറി ടെയിൽ ഉണ്ടല്ലോ, നയൻതാര ഫെയറി ടെയിൽ, അതിലൊരു ഓർഗൻസ സാരി നയൻതാര ഉടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു സീ ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ഞാൻ നല്ല സാമ്യം കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ഞാൻ തപ്പി ഓർഡർ ചെയ്തതാണ്. വിലയുണ്ട് കേട്ടോ, ശരിക്കും ഇത് 2000 രൂപയുണ്ട്. പക്ഷെ അതിനുള്ളതില്ല, അത് വേറെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആയതുകൊണ്ടും കൂടി ആവാം. മെറ്റീരിയൽ അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ഓർഗൻസി ഉണ്ടാവില്ലേ, അങ്ങനത്തെ നല്ല ഒഴുകി കിടക്കും. പക്ഷെ ഇതിൻ്റെ സൈഡിൽ കല്ലുണ്ട്. സ്റ്റോണൊന്നും ഇപ്പം അങ്ങനെ അത്ര ട്രെൻഡിലുള്ള സാധനമല്ലല്ലോ. അത് പിന്നെ സാരിയില്ല, ട്രെൻഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. മെറ്റീരിയൽ കുഴപ്പം. പക്ഷെ ഞാൻ പിക്ചറിൽ കണ്ട സാധനമല്ല, മിസ്ലീഡിങ് ആയിരുന്നു. പിക്ചറിൽ കണ്ട സാധനമല്ല. സ്റ്റൂവോ? ചിക്കൻ സ്റ്റൂ പോലെ ഉണ്ടെന്നാണ് ഈ കുട്ടി പറയുന്നത് കേട്ടോ. ഇന്ന് രാവിലെ കഴിച്ച ചിക്കൻ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ശരി, വെജിറ്റബിൾ സ്റ്റൂ പോലെ ഉണ്ടെന്നാണ് ഈ കുട്ടി പറയുന്നത്. അതെനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ ഉടുത്ത് കാണിക്കുന്നുണ്ട്, മറ്റേ ആ ഗോൾഡൻ ബ്ലൗസ് വെച്ചിട്ട് ഇഷ്ടമായോ എന്നുള്ളത് പറയും. എനിക്ക് കളർ ഭയങ്കര ഓഫായിപ്പോയി. അത് മാത്രമല്ല പിക്ചറിൽ കാണുന്ന പോലെ അല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്ര സെറ്റായില്ല. ഓക്കെ, ഇനി നമുക്ക് മിന്ത്രയിൽ നിന്നുള്ള 3 വാച്ചസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്
ചുംബക് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. 900 റുപ്പീസിൻ്റെ വാച്ചാണിത്. ഇവർക്ക് നല്ല കോക്കി ഫണ്ണായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ സ്ട്രാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 900 റുപ്പീസിന് ഇത് വേർത്താണ്. ഡയലൊക്കെ ഭയങ്കര വലുതായിട്ട് ജീൻസിൻ്റെയും അതുപോലെ ഈവൻ കുർത്താസിൻ്റെയും ഈവൻ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ നന്നായിട്ട് ചേരുന്ന ഒരു വാച്ചാണ് കേട്ടോ. റെഗുലർ യൂസിന് നല്ലതാണ്. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 900 റുപ്പീസിൻ്റെ വാച്ച് ഒരു ഡീസൻറ്റ് പ്രൈസാണ്. ഭയങ്കര വിലക്കുറവുമില്ല, ഭയങ്കര വില കൂടുതലുള്ള ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ട് പോവാം അധികം പേടിക്കാണ്ട്. പിന്നെ അടുത്തത് ഇങ്ങനത്തെ വാച്ചസ് ഇഷ്ടമുള്ളവരുണ്ട് കുറേ പേര്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ കൈക്ക് ചേരാത്ത പോലെ തോന്നാറുണ്ട്. ഇത് ജോക്കർ ആൻഡ് ബിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം വലിയ ഡയലായിട്ടുള്ളതാണ്, ചെയിൻ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പാകമാണെങ്കിൽ കുറച്ച് ചെയിൻ വെട്ടണം, കുറച്ച് വെട്ടി കിട്ടോ, പക്ഷെ എന്നാലും ലൂസാണ്. പിന്നെ കുറച്ച് ലൂസായിട്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വാച്ചസ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്. നല്ലൊരു ക്ലാസ് ഇങ്ങനെ എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ പെയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ നയൻതാരയുടെ ലുക്കിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ, അവരിങ്ങനെ ഇങ്ങനത്തെ വലിയ വാച്ചസ് വെച്ചിട്ട് പെയർ ചെയ്യും. അത് നല്ല രസമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് വാച്ച്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണതാണ്. ഒരു വർഷത്തിന് മീത് എന്തായാലും അതിൻ്റെ റെഗുലർ യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞു വാച്ച്, എനിക്ക് എൻ്റെ ഫേവറേറ്റ് വാച്ചാണ് ഇത്. കാസിയോൻ്റെ അതെ. അപ്പൊ ഇതിനൊരു 3000 രൂപ വിലയുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ കൈക്ക് നന്നായിട്ട് ചേരുന്നതായിട്ടും കറക്റ്റ് പാകമാണ്. പിന്നെ ഈ വാച്ചിന്റെ ഇതൊന്നും ശരിയാക്കാൻ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. നല്ല വാച്ചാണ് കേട്ടോ, നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഇത് മഴയത്തും വെയിലത്തും ഒക്കെ ഒരേപോലെ ലാസ്റ്റ് ചെയ്താണ്. വില കുറച്ച് കൂടുതലാണ്, പക്ഷെ വാച്ച് ഇഷ്ടമുള്ളവർക്ക് അതേപോലെ വാച്ച് നന്നായി സൂക്ഷിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഡിജിറ്റൽ വാച്ചാണ്, അപ്പോൾ അതും നമുക്ക് സമയം നോക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ആ രീതിക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇത്തവണത്തെ കുറച്ച് പ്രോഡക്ട്സ്. കുർത്ത ഞാൻ പറഞ്ഞ പോലെ ഒരു സൈസ് കൂടുതലായിരിക്കും കേട്ടോ നല്ലത്. സാരി ഞാനിങ്ങനെ കുറേ നാളായില്ലേ നമ്മൾ സാരി അങ്ങനെ മേടിച്ച് റിവ്യൂ ചെയ്തിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ഉള്ളതിൽ അഫോർഡബിൾ റേറ്റിലുള്ളത് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടത് ഫീൽ ചെയ്തില്ല. വാച്ച് നല്ലതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പ്രോഡക്ട്സ് മെയിനായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ ലെഫ്റ്റിലോ റൈറ്റിലായിട്ടൊരു ബട്ടൺ പോലെ കാണുന്നുണ്ടാവും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഉണ്ടാവും ലിങ്ക്സ്. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.